17ാമത്തെ ഓണമാണെങ്കിലും സെപ്റ്റംബർ 5 നമുക്ക് അടുത്ത വർഷം ഓണം വരാറുള്ളതാണ് അല്ലേ. ഏതായാലും ഇത് ഭദ്രദീപമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ആശംസാ പ്രസംഗമാണ്. അതിനായിട്ട് മിസ്റ്റർ എ.സി. ജോർജിനെ ക്ഷണിച്ചോളൂ. എനിക്ക് എൻ്റെ സ്വന്തം ഭവനത്തിലെത്തിയ ഒരു പ്രതീതിയാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇന്ന് കുറവലങ്ങാട് അസോസിയേഷൻ, ശരിയായ പേര് മലയാളി അസോസിയേഷൻ ഓഫ് കുറവലങ്ങാടോ ഓർ കുറവലങ്ങാട് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ, എങ്ങനെയാണ് എൻ്റെ? ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഏതാണെങ്കിലും ഇന്ന് ഈ അസോസിയേഷൻ ആരംഭം കുറിക്കുകയാണ്. പണ്ട് ഞാൻ 1975 അമേരിക്കയിൽ ന്യൂയോർക്കിൽ വന്നിറങ്ങി. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെയുള്ള സംഘടനകൾ വളരെ തുച്ഛമായിരുന്നു, കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ മേയർ പറഞ്ഞ മാതിരി അസോസിയേഷൻ ധാരാളമായിട്ട് പെരുകി നാടിൻ്റെ നാനാഭാഗത്തും ഓരോ ദേശത്തിൻ്റെയും ഓരോ കരയുടെയും നാമധേയത്തിലുണ്ട്. വളരെ നല്ല കാര്യം. ഞാൻ ഏതാണെങ്കിലും ഇവിടെ കുറവലങ്ങാട് മലയാളി അസോസിയേഷൻ്റെ ഉദ്ഘാടനം മേയർ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കുറവലങ്ങാട് അസോസിയേഷൻ്റെ ഇന്നത്തെ ദിവസം തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു മഹനീയ ദിനമാണ്. പണ്ടൊക്കെ അസോസിയേഷൻ രൂപീകരിച്ചിരുന്നത് ഓണവും ക്രിസ്തുമസും ആഘോഷിക്കാൻ മാത്രമായിരുന്നു. ഇന്ന് അത് മാത്രമല്ല, പല കാര്യങ്ങൾക്കും പല നാമധേയത്തിലും പല ഉദ്ദേശത്തോടെ മലയാളി അസോസിയേഷനുകളുണ്ട്, ഇന്ത്യൻ അസോസിയേഷനുകളുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ഷാജി ജോസ് ചെറുതടം, സെക്രട്ടറി താസ്മോൻ തേക്കുമല, നമ്മുടെ ട്രഷറർ സിനു വെട്ടിയാനി, പ്രോഗ്രാം കോർഡിനേറ്റർ സണ്ണി ടോം വള്ളിപ്പാല, എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ, കൾച്ചറൽ കോർഡിനേറ്റർ ജോമോൻ ജേക്കബ്. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല, ഞാൻ ഉൾപ്പെടുന്ന സിറ്റി, ഞാൻ മിസൗറി സിറ്റിയിലാണ്, നമ്മുടെ ബഹുമാന്യനായ മേയർ റോബിൻ എലക്കാൻ, പിന്നെ ഈ അസോസിയേഷന്റെ പിന്നിൽ പ്രയത്നിച്ച എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഞാൻ നമസ്കാരം പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ് കുറവലങ്ങാട്, അതിൻ്റെ ചുറ്റുവട്ടം. ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് വന്ന മാതിരി ഒരു പ്രതീതി എനിക്കുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വല്യപ്പന്മാർ ഒക്കെ ഈ കുറവലങ്ങാടിൽ നിന്ന് അങ്ങ് മലയോരത്തേക്ക് തൊടുപുഴ പ്രദേശത്തേക്ക് കുടിയേറിയവരാണ്. ഞങ്ങളുടെ എല്ലാം വേരുകൾ അങ്ങ് കുറവലങ്ങാടായിരുന്നു. ചരിത്രമുറങ്ങുന്ന ഒരു വലിയ നാട്, ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം, ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, ഒരു സാംസ്കാരിക കേന്ദ്രം. കേരളത്തിൽ ആകമാനം ലിറ്ററസിയിൽ മുന്നേ നിൽക്കുന്ന ഒരു പ്രദേശം, അതും പ്രത്യേകം കുറവലങ്ങാട്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള കുറവലങ്ങാടുകാരെ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പൂർവഗ്രഹത്തിൽ എത്തിയ ഒരു അനുഭവം എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ കേരളത്തിൽ വേരുകൾ ഉള്ള വ്യക്തികളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഓണം നമ്മുടെ ഗ്രഹാതുര ചിന്തകൾ കേരളത്തിലേക്ക് ഓണക്കാലത്ത് പ്രത്യേകം പറന്നെത്തുകയാണ്.
ഓണം പ്രത്യേകിച്ച് കേരളത്തിൽ ഒരാഴ്ച ആഘോഷിച്ച് കാണും. ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ ഓണം തീർന്നു. എന്നാൽ മറുനാട്ടില് ഇവിടെ പ്രവാസ ലോകത്ത് അമേരിക്കയിൽ നമ്മൾ ആരംഭിച്ചത് സത്യത്തില് ഓണം ഓഗസ്റ്റ് ആദ്യവാരത്തിൽ ആരംഭിച്ചു ഓണം. അതിനുശേഷം നമ്മൾ തുടരുകയാണ്. ഒരുപക്ഷെ നവംബർ വരെ, താങ്ക്സ് ഗിവിംഗ് വരെ നമ്മുടെ ഓണം തുടർന്നു എന്ന് ഇരിക്കും. നമ്മുടെ മഹാബലി തമ്പുരാൻ നാട് കാണാൻ എത്തി. അദ്ദേഹം ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾക്ക് എന്തുകൊണ്ടാണ് മഹാബലി തമ്പുരാനോട് ഇത്രയധികം താല്പര്യം? അതിന് കാരണമുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാവേലി നാടുവാഴിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, മനുഷ്യർ ഒന്നുപോലെ. അതിന് നാനാ അർത്ഥങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും തുല്യ നീതി, ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും നീതി. ആരും അത് ദരിദ്രമില്ല, സമൃദ്ധിയുള്ള ഒരു നാട്. അതാണ് എന്ന് അർത്ഥമാക്കുന്നത്. കേരളത്തെ പറ്റി പറയുമ്പോൾ അങ്ങ് ഇന്ത്യയുടെ ഭൂപടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു വില്ല് മാതിരി വളഞ്ഞ് ഈ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശം, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കും, ഒരു വില്ലിന്റെ ആകൃതി ഉണ്ടാവും. അതിനെപ്പറ്റി ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പരശുരാമൻ ഒരു മഴുവെടുത്ത് ഗോകർണത്തിൽ നിന്നെറിഞ്ഞ് അങ്ങ് കന്യാകുമാരിയിലേക്ക് എറിഞ്ഞു. അതിനുശേഷം വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്തു. അതുകൊണ്ടായിരിക്കണം ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ്, കേരളത്തിലെ കേരളീയര് ധാരാളമായിട്ട് വെള്ളത്തോടൊരു താല്പര്യം. അതുകൊണ്ട് ഓണത്തോടൊപ്പം തന്നെ ഓണക്കുടിയുമുണ്ട്. ഞാനൊരു സ്ഥിതി വിവര കണക്കുകൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വായിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഓരോ കൊല്ലം ചെല്ലുന്തോറും ഓണത്തില് കൂടുതൽ മനുഷ്യർ കുടിക്കുന്നു. അപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ ഒക്കെ ആരംഭത്തിൽ വരുമ്പോൾ നമ്മുടെ ഓണം മഹോത്സവം ഞാൻ ന്യൂയോർക്കില് യോഗേഴ്സിൽ അല്ലെങ്കിൽ ക്യൂൻസിൽ അങ്ങനെ പ്രദേശത്തെല്ലാം വൈറ്റ് പ്ലെയിൻസിലായിരുന്നു അവിടെ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഒരു പാരലൽ ഓണം കുടി. കാരണം മലയാളി വെള്ളത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ ഡിക്കി തുറന്ന് ഒരു ഓണക്കുടിയൊക്കെ നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇവിടെ കുടിയേറിയ മലയാളികൾ അത് ഇപ്പോൾ അവലംബിക്കുന്നില്ല. ഓണക്കുടി നിർത്തി ഇപ്പൊ കുടിയെല്ലാം കേരളത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കേരളത്തിലെ സ്ഥിതിവിവരക്കണക്കുകൾ ലോട്ടറിയിൽ നിന്നും അതേമാതിരി വെള്ളത്തിൽ നിന്നും ഒക്കെയാണ് കേരളത്തിലെ വെള്ളം വിറ്റ് ബവറേജ് കോർപ്പറേഷൻ നിന്നുള്ള ഇൻകമൊക്കെയാണ് കേരള ഗവൺമെന്റിന് ഓടിക്കുന്നത് എന്ന് പറയുന്നു. അതെന്തുവാണ്? അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മാവേലി തമ്പുരാൻ നാടുവാണ കാലത്ത് അന്ന് ദാരിദ്ര്യമില്ലായിരുന്നു. എല്ലാ മനുഷ്യരെയും തുല്യ നിലയിൽ ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴെന്താ, ജനാധിപത്യം വന്നു. ജനങ്ങളുടെ ആധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ഭരിക്കുന്ന ആ കാലം ഇന്ത്യയിൽ. ഇവിടെ നമ്മൾ പറയാറുണ്ട് അമേരിക്കയിലെ ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യ ഏറ്റവും മഹനീയമായ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഈ മഹാബലി തമ്പുരാന്റെ ഭരണകാലവും ഇപ്പോഴത്തെ ജനാധിപത്യ ഭരണകാലവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ മാവേലി നാട് വാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർ പല തട്ടിലാണ്. മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യൻ പരസ്പരം പൊരുതുകയാണ്. കൊലയുമാണ്, അഴിമതിയാണ്, ക്രൈം. എവിടെ നോക്കിയാൽ, എവിടെ തിരിഞ്ഞും മഹാബലി പാടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം മറന്നുപോയി അദ്ദേഹം. ഞാൻ അവിടെ നിൽക്കട്ടെ. ചങ്ങമ്പുഴ പാടിയ ഒരു പാട്ടാണ് പെട്ടെന്ന് എനിക്ക് ഓടി വന്ന്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം. അത് ഇപ്പൊ കേരളത്തിൽ പൂത്ത മരങ്ങളൊന്നുമില്ല കേട്ടോ, അവിടെ എല്ലാം കെട്ടിടങ്ങളാണ്. അതുപോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ മാവേലി തമ്പുരാന്റെ ഭരണവും സങ്കല്പമായിരിക്കാം കേട്ടോ, സങ്കല്പമായിരിക്കാം. ഇതെല്ലാം മിത്തുകളായിരിക്കാം. ആ മിത്തുകളിൽ നമ്മൾ
എടുക്കേണ്ടത് അതിൻ്റെ നൽവശങ്ങൾ മാത്രമാണ്. ആ മിത്തിൽ പറയുന്നത് എന്താണ്? മാവേലി തമ്പുരാന്റെ ഭരണം ഇങ്ങനെ നന്നായിട്ട് പോകുമ്പോൾ കുറെ പേർക്ക് അസൂയ തോന്നി, ദേവന്മാർക്ക് പോലും അസൂയ തോന്നി എന്നാണ് നമ്മുടെ കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം ഒരു വാമനം വന്നു, ചവിട്ടി താഴ്ത്തി എന്നാണ് ഐതിഹ്യം. ചവിട്ടി ആരോഗ്യത്തിലേക്കാണോ താഴ്ത്തിയത്, ചന്ദ്രനിലേക്കാണോ മേലോട്ടാണോ അതൊന്നും നമുക്കറിയില്ല. പ്രവാസ ലോകത്തേക്ക് ആണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാവേലിയെയും ചവിട്ടി താഴ്ത്തി അല്ലെങ്കിൽ എങ്ങോട്ടോ പ്രവാസ ലോകത്തേക്ക് ഓടിച്ചു വിട്ടു. നമ്മളും ഈ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നേടി മാവേലി മാതിരി ഒരുപക്ഷെ നമ്മൾ ചവിട്ടി താഴ്ത്തപ്പെട്ടവരല്ല എങ്കിൽ പോലും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നേടി നമ്മൾ ഇവിടെ കുടിയേറി വന്നവരാണ്. അതുകൊണ്ട് ആ മാവേലി തമ്പുരാൻ ഒരു പ്രവാസിയാണെന്ന് വേണം സങ്കല്പിക്കാൻ. അതുകൊണ്ട് മാവേലിയും നമ്മളൊക്കെ ആയിട്ട് വളരെ ഒരു അഭേദ്യമായ ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഓണം വെറും ഒരു മാസത്തിൽ തീർക്കാതെ നമ്മൾ 3 മാസമായി നീട്ടിക്കൊണ്ടു പോകുന്നത്, വിവിധ അസോസിയേഷനുകൾ രൂപീകരിച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞു പോയാൽ ധാരാളമുണ്ട്. ഇവിടെ ഇതേമാതിരി നമ്മൾ സ്നേഹത്തോടു കൂടി ഐക്യമത്യത്തോടു കൂടി ഇവിടെ വന്ന് ഓണസദ്യ ഉണ്ണുന്നതും നമ്മൾ പരസ്പരം പരിചയപ്പെടുന്നതും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഓണക്കാലത്തെങ്കിലും കണ്ടുമുട്ടുന്നതും പരസ്പരം നമ്മുടെ ഉള്ള സ്നേഹം കൈമാറുന്നതും എല്ലാം മാവേലി തമ്പുരാൻ കാക്ഷിക്കുന്ന, അദ്ദേഹം ആഗ്രഹിക്കുന്ന മാതിരിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മുത്താണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന. അദ്ദേഹം പ്രജകളെ കാണുമ്പോൾ നമ്മളെ ആണ് ഒരു മാതൃകയായിട്ട് അദ്ദേഹം എവിടെയാ പോയി പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിലേക്ക് പോയാൽ നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നാട്ടിലുണ്ട്. ഞാൻ നാട്ടിലെ ഒരു തരത്തിലും മോശപ്പെടുത്തുകയല്ല, ഇടിച്ച് താഴ്ത്തുകയല്ല. ഓക്കെ, അപ്പൊ നാട്ടിലായിരിക്കുമ്പോൾ ഇപ്പൊ നാട്ടിലെ ഇന്ന് നമ്മൾ സ്നേഹിക്കുന്നത്, നാട്ടിനെ പറ്റി ഒരർത്ഥത്തിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണല്ലോ നാട്ടിലേക്ക് 1 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകുന്നത്. മാവേലി തമ്പുരാൻ പോകുന്ന മാതിരിയോ ഇങ്ങനെയൊക്കെ നാട് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വിദേശത്ത് അല്ലെങ്കിൽ ഗൾഫിലെ 7ാം കടൽ കടന്ന് ഒരു ജോലി കിട്ടി ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു നമുക്കെല്ലാം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഓർമ്മകൾ വീണ്ടും നാട്ടിലേക്ക് പറക്കുകയായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്, മാമലകൾക്കപ്പുറത്ത് മരതക പച്ച വിരിച്ച്. വീണ്ടും നമ്മുടെ മരതക പച്ചയൊന്നുമില്ല, എല്ലാം പോയി. നമുക്കറിയാം, പച്ചക്കറി പോലുമില്ല, പച്ചക്കറി പോലും വേറെ നാടുകളിൽ നിന്ന് വരണം. അതേ അവസരത്തിൽ നമ്മുടെ നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ വലിയ കൃഷിയൊന്നും ചെയ്യില്ല, ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇടും. എന്നാൽ അമേരിക്കയിൽ വന്ന ശേഷം ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ എല്ലാം വീടുണ്ട്, 1 സെന്റ് ഉണ്ടെങ്കിൽ 2 സെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കും. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെയുണ്ട് പാവയ്ക്ക മാത്രം കിട്ടി, പടവലയ്ക്ക എങ്ങനെ ഉണ്ടെന്നൊക്കെ അത് ചോദിക്കാറുണ്ട്. അതാണ് അത് നാട്ടിലില്ലാത്ത ആ വലിയ ഗുണങ്ങളെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആ നാട്ടിലെ ഗുണങ്ങളും ഇവിടുത്തെ നല്ല ഗുണങ്ങളും മാവേലി തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്ന നല്ല ഗുണങ്ങളും അതിൻ്റെ സൽഫലങ്ങൾ നമ്മൾ എടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതേമാതിരി നമുക്കെതിരായിട്ട് നമ്മളെ ചവിട്ടിത്താത്താനായിട്ട് കാല് പൊക്കി നിൽക്കുന്ന വാമനന്മാരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. വാമനന്മാരെ സൂക്ഷിക്കുക എന്ന് മാത്രം. ആ വാമനന്മാരെ മഹാബലി രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നമുക്ക് സമാധാനമാണ് വേണ്ടത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓണത്തിൻ്റെ ഓണ മഹോത്സവത്തിൻ്റെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ സമാഹരിക്കുകയാണ്. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഈ വീട്ടിലേക്ക്, ഞാനൊരു വീട്ടുകാരൻ തന്നെയാണ്, ഇതിലേക്ക് ക്ഷണിച്ച് 2 വാക്ക് പറയാൻ അവസരം തന്ന എല്ലാവർക്കും, എന്നെ കേട്ടിരുന്ന ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം പുരസ്സരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. താങ്ക് യു ഓൾ.